ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അങ്ങനെ അനന്തപുരിയിൽ എല്ലാവരും ഋഷിക്കണി കാണാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ മുത്തശ്ശനാണെങ്കിൽ ആദ്യം മുത്തശ്ശിയെ കൊണ്ടുവന്ന് കണി കാണിക്കുകയാണ്. അതിനുശേഷം ആദർശിനെ കണി കാണിക്കുന്നുണ്ട്. ദേവയാനി കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അതിനുശേഷം അബീനാണെങ്കിൽ ജലജ കൊണ്ടുവരുന്നു. പിന്നെ ജാനകി ആണെങ്കിൽ അനിയെയും കൊണ്ടുവരുന്നു കണി കാണിക്കാൻ വേണ്ടി. പിന്നീട് മുത്തശ്ശൻ അജയനും ജയനും എവിടെയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു അവന്മാരെയാണ് ഞാൻ ആദ്യം കണി കാണിച്ചതെന്ന് പറയുന്നത്. അതിനുശേഷം അനാമിക മോളെ കണ്ടില്ലല്ലോ, അനാമിക മോൾ എവിടെയെന്ന് ചോദിക്കുകയാണ്. എനിക്ക് പറയുകയാണ് മോള് നല്ല ഉറക്കമെന്ന്. അപ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു അമ്മ വിഷുക്കണി കാണിക്കാൻ വേണ്ടി അവളെ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു കുറച്ചുകൂടി കിടന്നുറങ്ങട്ടെ എന്ന്. അതിനുശേഷം അവൾ മുകളിലോട്ട് നോക്കിയിട്ടാണ് കിടന്നുറങ്ങിയെന്ന് പറയുകയാണ്. മുത്തശ്ശി പറയാണ് അതിനൊന്നും ഒരു കുഴപ്പവുമില്ല, നമ്മൾ കണി കാണാൻ വേണ്ടി ആദ്യം എല്ലാവരെയും വിളിക്കുമ്പോൾ അവർ ആദ്യം മുകളിലോട്ടാണ് നോക്കുന്നത്, അതുകൊണ്ട് അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്ന് മുത്തശ്ശി പറയുകയാണ്. പിന്നീട് ജയനാനും ചോദിക്കുന്നുണ്ടായിരുന്നു ആദർശിനടുത്ത് നയനമോള് വിളിച്ചായിരുന്നു എന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ് അവൾ 4 മണിക്ക് വിളിക്കുമെന്ന് പറഞ്ഞു, അതുപോലെ 4 മണിക്ക് വിളിച്ചിരുന്നു, കൂടുതലൊന്നും സംസാരിച്ചില്ല. അജയനായിരുന്നാലും ചോദിക്കുന്നുണ്ടായിരുന്നു ഏട്ടത്തിയുടെ മരുമകളാണോ വിളിച്ചുണർത്തിയെന്ന് ചോദിക്കുമ്പോൾ ദേവേനി പറയാണ് എന്നെ എന്തിനാണ് അവളെ വിളിക്കുന്നത്, എന്നെ അവളെ വിളിച്ചിട്ടൊന്നും ഇല്ല എന്ന്. അനാമികയാണെങ്കിൽ കണ്ണൊക്കെ പൊത്തിക്കൊണ്ട് താഴോട്ട് വരികയാണ്. വിഷുക്കണി കാണാൻ വേണ്ടി അമ്മേ എന്നെ ഒന്ന് പിടിക്കൂ, എനിക്ക് വിഷുക്കണി കാണണം എന്നൊക്കെ പറയുകയാണ് അനാമിക. അപ്പോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അനാമികയാണെങ്കിൽ തട്ടി താഴെ വീഴുകയാണ്. താഴെ വീഴുമ്പോൾ അനാമിക പറയുകയാണ് എന്നെ ആരെങ്കിലും ഒന്ന് പിടിക്കുക, ഇതെന്തൊരു കഷ്ടമാണ്, എന്നെ ആരെങ്കിലും ഒന്ന് പിടിക്കുക എന്ന് പറയുമ്പോൾ ജാനകി പോയി പിടിക്കുകയാണ് അനാമികയെ. അനാമിക ഇങ്ങനെ വീഴുന്ന സമയത്ത് നല്ലൊരു ദിവസമായിട്ട് അനാമിക വീഴുന്നല്ലോ എന്ന് മുത്തശ്ശനാണെങ്കിലും മനസ്സിൽ ഓർമ്മിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അനാമിക കണിയെല്ലാം കണ്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. വിഷുവായിട്ട് കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടിയാൽ മതിയെന്നാണ്, സ്വർണ്ണവും വല്ലതും കിട്ടിയാൽ മതിയെന്നായിരിക്കും അനാമിക പ്രാർത്ഥിച്ചത്. ശേഷം വിഷു കൈനീട്ടം കൊടുക്കാൻ വേണ്ടി മുത്തശ്ശൻ ആദ്യം അനാമികയെ തന്നെയാണ് വിളിക്കുന്നത്. അനാമികയെ വിളിച്ച് വിഷു കൈനീട്ടം മുത്തശ്ശൻ കൊടുക്കുകയാണ്. അനാമിക കൈനീട്ടം വാങ്ങാൻ വേണ്ടി മുത്തശ്ശൻ്റെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ ആ സമയത്ത് ദേവയാനി പറയുകയാണ് മോളെ കാൽപാദങ്ങൾ വീഴുന്ന് തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷം വിഷു കൈനീട്ടം വാങ്ങിയിട്ട് മോളെ എന്ന് പറയുകയാണ്. ശേഷം മുത്തശ്ശൻ്റെ കാലിൽ വീഴുന്ന അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് അനാമിക കൈനീട്ടം വാങ്ങാൻ വേണ്ടി കൈനീട്ടുകയാണ്. അതിനുശേഷം അനാമിക മനസ്സിൽ ഓർമ്മിക്കുകയാണ് എൻ്റെ വീട്ടിലാണ് ഇപ്പോൾ വിഷു കൈനീട്ടമായിട്ട് 2000 രൂപയെങ്കിലും കുറഞ്ഞത് കിട്ടിപ്പോയെങ്കിൽ ഇതിപ്പോൾ എന്തൊരു കഷ്ടമായിപ്പോയി. മുത്തശ്ശൻ അനാമികയ്ക്ക് നാണയമാണ് കൊടുത്തത്, അത് അനാമികയ്ക്ക് ഇഷ്ടമായില്ല. പിന്നെ അതിനുശേഷം മുത്തശ്ശൻ ഓരോരുത്തരെയായിട്ട് വിളിച്ച് വിഷു കൈനീട്ടം കൊടുക്കുകയാണ്. ശേഷം മുത്തശ്ശിയുടെ അടുത്ത് മുത്തശ്ശൻ ചോദിക്കുകയാണ്, മുത്തശ്ശിക്ക് കൈനീട്ടം കൊടുത്തതിന് ശേഷമാണ് ചോദിക്കുന്നത് മുത്തശ്ശൻ എത്ര വർഷമായിടോ തനിക്ക് ഞാൻ കൈനീട്ടം തരാൻ തുടങ്ങിയിട്ട് എന്ന്. എന്നിട്ട് എല്ലാവരോടും മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു 18ാമത്തെ വയസ്സിൽ ഞാൻ ഇയാളെ വിവാഹം കഴിച്ച് കൊണ്ടുവന്നതാണ്, ഇപ്പോൾ 55 വർഷമായി വിഷു കൈനീട്ടം കൊടുക്കാൻ തുടങ്ങിയിട്ട് എന്ന് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ കയ്യിൽ അളവില്ലാതെ സ്വർണവും പണമൊക്കെ വന്നു ചേർന്നു എന്ന്. ജയൻ പറയുന്നുണ്ടായിരുന്നു സ്വർണ്ണക്കട മുതലാളിയുടെ ഭാര്യയ്ക്കാണോ സ്വർണത്തിനും പണത്തിനും ഒക്കെ ബുദ്ധിമുട്ടെന്ന് പറയുന്നതെന്ന്. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു വിഷുവായിട്ട് കരിമരുന്ന് പ്രയോഗമൊന്നും ഇല്ലേ മക്കളെ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവി പറയുകയായിരുന്നു വിഷുവായിട്ട് കരിമരുന്ന് പ്രയോഗമില്ലാതെ എന്ത് ആഘോഷമെന്ന്. അതിനുശേഷം എല്ലാവരും ഒത്തുചേർന്ന് വീട്ടിൻ്റെ ഫ്രണ്ടിൽ പോയിരുന്ന് കമ്പിത്തിരിയും പൂത്തിരിയും എല്ലാം ഒരുമിച്ച് കത്തിക്കുകയും ആഘോഷിക്കുകയൊക്കെ ചെയ്തേ. ഈ അനാമികയും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കമ്പിത്തിരിയും പൂത്തിരിയും എല്ലാം കത്തിക്കുന്നുണ്ടായിരുന്നു. നല്ല സന്തോഷത്തിലാണ് അനന്തപുരിയിൽ എല്ലാവരും. അതിനുശേഷം കണികയും എല്ലാവരും കൂടി കമ്പിത്തിരിയും പൂത്തിരിയും എല്ലാവരും കത്തിച്ച് വിഷു ആഘോഷിക്കുകയാണ്. അതിനിടയ്ക്ക് കൂടിയാണെങ്കിൽ നന്ദു ആണെങ്കിൽ ഒരു പടക്കം പൊട്ടിക്കുകയാണ്. ആണെങ്കിൽ പേടിച്ച് വീട്ടിനകത്തേക്ക് ഓടാൻ നിൽക്കുമ്പോൾ നയനയാണെങ്കിലും പിടിച്ചു വെക്കുന്നുണ്ടായിരുന്നു കനകയെ. നന്ദുവിൻ്റെ അടുത്ത് പറയുകയാണ് ഇനി അങ്ങനെ ചെയ്യരുതെന്ന് പറയുകയാണ്. നന്ദുവിൻ്റെ അടുത്ത് പടക്കം പൊട്ടിക്കരുതെന്നാണ് പറഞ്ഞത്. അതിനുശേഷം എല്ലാവരും കമ്പിത്തിരി എല്ലാം പൊട്ടിച്ച് നല്ല സന്തോഷത്തിലാണ്. അതിനുശേഷം ദേവയാനി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുകയാണ്. പിന്നെ മോൾക്കും അവളെ സ്നേഹിക്കുന്നവർക്കും എല്ലാവർക്കും സന്തോഷം ആരോഗ്യം എല്ലാം കൊടുക്കണമെന്നാണ് ദേവയാനി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത്. പ്രസാദം കൊടുക്കാൻ വേണ്ടി അമ്പലത്തിലെ പൂജാരി വരുന്ന സമയത്ത് ചോദിക്കുകയാണ് ദേവയാനിയുടെ അടുത്ത് ഒറ്റയ്ക്കേ ഉള്ളൂ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദേവയാനി പറയുകയാണ് കുറച്ച് നേരത്തെ എഴുന്നേറ്റു, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് അമ്പലത്തിലേക്ക് വന്നു എന്ന് പറയുകയാണ്. എന്നിട്ട് ഞാൻ ആരെയും വിളിച്ചില്ല, ഞാൻ ഒറ്റയ്ക്ക് അമ്പലത്തിലേക്ക് വന്നു എന്നിങ്ങനെ പറയണം. എന്നിട്ട് പൂജാരി ചോദിക്കുകയാണ് മൂർത്തി സാറും അമ്മയും അമ്പലത്തിലേക്ക് വരുമെന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയണം അച്ഛന് സുഖമില്ലാത്തത് കൊണ്ട് അവർ നേരത്തെ ഒന്നും എഴിക്കാറില്ല, താമസിച്ചാണ് എഴിക്കുന്നത് ഇവയായിരിക്കുമെന്ന്. അപ്പോൾ അമ്മ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ പൂജയും വഴിപാടും ഒക്കെ നടത്താൻ വേണ്ടി അതിൻ്റെ പ്രസാദം ഞാൻ തന്നേക്കട്ടെ എന്ന് ദേവയാനിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നത് എനിക്ക് 2-3 സ്ഥലത്ത് കൂടി പോകാനുണ്ട്, ജാനകിയും ജലജയും അമ്പലത്തിൽ വരും, അപ്പോൾ അവരെ കയ്യിൽ കൊടുത്താൽ മതി എന്നിങ്ങനെ പറയണം. അപ്പോൾ ആയിക്കോട്ടെ എന്നും പറയുകയാണേ.
അതിനുശേഷം ദേവയാനി ഭഗവാന്റെ അടുത്ത് പറയാണ്, ഭഗവാനെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഭഗവാനെ, എൻ്റെ മരുമകൾ ഇതുവരെയ്ക്കും ഒരു വിശേഷം അറിയിച്ചിട്ടില്ല. എനിക്ക് എൻ്റെ മോൻ്റെ കുഞ്ഞിനെ താലോലിക്കാൻ മതിയായ ആഗ്രഹമുണ്ട്, അത് എത്രയും വേഗം നടക്കണേ എന്ന് പറഞ്ഞ് ദേവയാനി പ്രാർത്ഥിക്കുകയാണ്. ജലജയും ജാനകിയും അമ്പലത്തിൽ പോകാൻ വേണ്ടി ദേവയാനി വിളിച്ചിട്ടില്ലല്ലോ, അതിൻ്റെ പരാതിയായിട്ട് മുത്തശ്ശൻ്റെ അടുത്ത് വരികയാണ്. എല്ലാ വർഷവും നമ്മൾ ഒരു 3 പേര് ഒരുമിച്ചാണ് അമ്പലത്തിൽ പോകുന്നത്, ഇന്ന് മാത്രം ആവശ്യം നമ്മളെ വിളിക്കാതെ ഏട്ടത്തി പോയി എന്നിങ്ങനെ പറയുകയാണേ. മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, ദേവയാനിക്ക് കരൾ മാറ്റി വെച്ചതിന് ശേഷം നല്ല സ്വഭാവത്തിന് നല്ല ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ജാനകി ആയിരുന്നാലും പറയുന്നുണ്ടായിരുന്നു, ഏട്ടത്തി ഇന്നലെ എങ്ങാണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോയത്, എന്നിട്ട് കുറേ കഴിഞ്ഞാണ് വന്നത്. ഇതിപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് അമ്പലത്തിലേക്ക് പോവാറുള്ളത്, ഈ പ്രാവശ്യം ഞങ്ങളെ വിളിക്കാതെയാണ് അമ്പലത്തിൽ പോയതെന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ടായിരുന്നു, അവൾക്ക് തോന്നുമ്പോഴാണ് അവൾ പോവുകയും വരികയും ചെയ്യുന്നതെന്ന്. അമ്പലത്തിലേക്കാണല്ലോ പോയത്, അതുകൊണ്ട് ഒന്നും പറയാനും പറ്റത്തില്ല എന്ന് മുത്തശ്ശൻ പറയുകയാണ്. അതിനുശേഷം ജാനകി പറയുന്നുണ്ടായിരുന്നു, ഏട്ടത്തിയുടെ സ്വഭാവത്തിന് ഇപ്പോൾ നല്ല മാറ്റമുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, എന്തായാലും നിങ്ങളെ രണ്ടുപേരെ പോലെ അവൾ വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, ഈ വീട്ടിലെ അടുക്കള കാര്യങ്ങളെല്ലാം ദേവയാനി ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നത്, ഈ കാര്യം വെക്കാതെ അവൾ ഒറ്റയ്ക്കാണ് അടുക്കളയിൽ ഭക്ഷണമൊക്കെ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കുന്നത്, അതിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിഷമമുണ്ടെന്ന് മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ടായിരുന്നേ. നിങ്ങൾ രണ്ടുപേരും അടുക്കളയിൽ ഇപ്പോൾ തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ എന്ന് മുത്തശ്ശി പറയുകയാണ്. ജലജയാണെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല, നീ അങ്ങനെയല്ലായിരുന്നല്ലോ, നിനക്ക് എന്താ പറ്റിയെന്ന് ജാനകിയുടെ അടുത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നേ. ദേവയാനി രണ്ടുപേരെയും വിളിക്കുമ്പോഴല്ലേ നിങ്ങൾ ദേവയാനിക്ക് സഹായിക്കാൻ ചെല്ലുന്ന, അല്ലാതെ നിങ്ങൾ രണ്ടുപേരും അറിഞ്ഞ് ദേവയാനിയെ സഹായിക്കാൻ പോകത്തില്ലല്ലോ, നിങ്ങൾക്ക് രണ്ടുപേർക്കും അടുക്കളയിൽ കയറി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ എന്താ കുഴപ്പമെന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നേ. ഈയിടെ അനാമികയുടെ ജീവിതം നല്ല രീതിയിലല്ലല്ലോ മുൻപോട്ട് പോകുന്നത്, അതാരും പറഞ്ഞ് ശരിയാക്കുന്നില്ലല്ലോ, അതിൻ്റെ ദേഷ്യമൊക്കെ ജാനകിക്കുണ്ട്. അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു, അനാമിക മോള് അനിയായിട്ടുള്ള ബന്ധം പിരിഞ്ഞു പോകുന്നുള്ള പേടി എനിക്കുണ്ട്, രണ്ടുപേരെ ആരും മൈൻഡും ചെയ്യുന്നില്ല, അവർ രണ്ടുപേരും തിരുത്താനും ആരും ശ്രമിക്കുന്നില്ല, ഇതിനെക്കുറിച്ച് ആർക്കും തിരക്കാൻ ഇഷ്ടവുമില്ല താല്പര്യവുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ജാനകി പറയണം, അതിൻ്റെ ദേഷ്യം എൻ്റെ മനസ്സിലുണ്ട് എന്ന്. മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, വിഷയമായിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടുതൽ സംസാരിക്കാൻ നിൽക്കേണ്ട, ഇങ്ങനെ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയതല്ലേ, രണ്ടുപേരും അമ്പലത്തിൽ പോയിട്ട് വാ എന്നിങ്ങനെ പറയണം. അതിനുശേഷം മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, അനാമികയായിട്ട് ഒട്ടും പൊരുത്തമില്ല എന്ന്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, പൊരുത്തമുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ എന്ന്, ആരും നടത്തി കൊടുത്തില്ലല്ലോ എന്ന് മുത്തശ്ശനും പറയുന്നുണ്ടായിരുന്നേ. ഇവിടെ ആദർശാണെങ്കിലും ദേവയാനി അമ്പലത്തിൽ പോയത് അറിഞ്ഞുകൊണ്ട് ദേവയാനി അമ്പലത്തിലുണ്ടോ എന്നറിയാൻ വേണ്ടി ആദർശാനെ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ടേ. ദേവയാനി അമ്പലത്തിൽ നിന്ന് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് വരുന്നതാണ് ആദർശ് കാണുന്നത്. അപ്പോൾ ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു, അമ്മ അമ്പലത്തിൽ തന്നെയാണ് വന്നത്, അമ്മ പറഞ്ഞത് ശരിയാണ് എന്ന്. ഈ അമ്പലത്തിൽ നിന്ന് അമ്മ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞ് ആദർശാണെങ്കിലും കാറിൽ ചെന്നിരിക്കുകയാണ്. ശേഷം ദേവയാനിയാണെങ്കിൽ കാറിലേക്ക് കയറി പോകുമ്പോൾ ആദർശാണെങ്കിൽ അതിൻ്റെ ബാക്കിൽ നിന്ന് ദേവയാനിയെ പിന്തുടരുകയാണ്. ദേവയാനി നേരെ നയനിയുടെ വീട്ടിലേക്കാണ് അമ്പലത്തിൽ നിന്നും പോകുന്നത്. അപ്പോൾ ആദർശം പിറകെ ഉണ്ടായിരുന്നേ ദേവയാനിയെ ഫോളോ ചെയ്ത്. ദേവയാനിയാണെങ്കിൽ നേരെ നയനിയുടെ വീട്ടിലേക്ക് പോയി ഇറങ്ങുന്നതല്ല ആദർശ് വണ്ടിയിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശ് മനസ്സിൽ ഓർക്കുകയാണ്, എല്ലാവരും കൂടി എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേ എന്ന്. അമ്മയും നയനിയും കൂടി എൻ്റെ അടുത്ത് വലിയ കള്ളത്തനാണല്ലോ പറഞ്ഞതെന്ന് ആദർശ് മനസ്സിലാക്കി സങ്കടത്തോടെ ആദർശ് കാറും എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. ശേഷം ദേവയാനിയാണെങ്കിൽ കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ നയനയാണ് വന്ന് തുറക്കുമ്പോൾ ദേവയാനിയെ കാണുമ്പോൾ നയനയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. നയനയെ കാണുമ്പോൾ ദേവയാനി കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കനകയും നവ്യൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നവ്യ ചോദിക്കുക, അമ്മായി വന്നിട്ടുണ്ടോ അല്ലേ എന്ന്. ഇല്ല തന്നെ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു എന്ന് കനക പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഉടനെ തന്നെ പോകണം, ആദർശിനും വീട്ടിലുള്ളവർക്കൊക്കെ ഭയങ്കര സംശയമാണ്. ആ പ്രാവശ്യം വിഷുവിന് ഞാൻ ജാനകിയും ജലജയും വിളിച്ചിട്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് വരുമ്പോൾ അവർക്കെല്ലാവർക്കും സംശയം കാണും എന്നൊക്കെ പറയണതിന് ശേഷം എല്ലാവർക്കും വിഷു കൈ നീട്ടമൊക്കെ ദേവയാനി കൊടുക്കുകയാണ്. നവ്യാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, അവിടുത്തെ വിഷുവൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അമ്മാവിന്ന്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ രണ്ടുപേരും ഇല്ലാത്തതിൻ്റെ കുറവ് എന്തായാലും അവിടെ ഉണ്ട് എന്ന്. ബാക്കിയെല്ലാം നല്ലതുപോലെ നടന്നു എന്ന് പറയുകയാണ്. പിന്നീട് നന്ദു ആണെങ്കിലും സന്തോഷമില്ലാതെ നിൽക്കുന്നത് കാണുമ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, എന്താ മോൾക്കൊരു സന്തോഷമില്ലാത്തതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ നന്ദു പറയണേ ഒന്നുമില്ലയെന്ന്. ഇപ്പം എന്നിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു, മോളെ അനി വിളിച്ചായിരുന്നോ എന്ന്. അനി ഹാപ്പി വിഷുവൊക്കെ മോളടുത്ത് പറഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതിനുശേഷം ദേവയാനി പറയുന്നുണ്ടായിരുന്നു, അനി വിളിക്കുമ്പോൾ കരണത്ത് പാടൊക്കെ ഉണ്ടോ എന്ന് മോൾ അനിയുടെ അടുത്ത് ചോദിക്കണേന്ന് നന്ദുവിൻ്റെ അടുത്ത് പറയുകയാണ്. എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്, അനീനെ അടിച്ചോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ദേവയാനി പറയുകയാണ്, ഇന്നലെ നന്ദുവിനെ കണ്ടിട്ടാണ് അങ്ങോട്ട് അവൻ വന്നത്, അപ്പോൾ ഞാനൊന്ന് കരണത്ത് കൊടുത്തു എന്ന്. ദേവയാനി പറയുന്ന സമയത്താണ് കനകയെ അറിയുന്നത് നന്ദുവും അനിയും തമ്മിൽ കാണുന്നു എന്നുള്ള കാര്യങ്ങൾ.
ഇന്നലെ നന്ദു അനിയനെ കാണാൻ പോയതാണെന്ന് കനകയെ മനസ്സിലാക്കുന്നുണ്ട്. ഇത് നയന പറയുന്നുണ്ടായിരുന്നു നന്ദുവിനെ കാര്യങ്ങളൊക്കെ ചോദിച്ചതും അനിയെ അടിച്ച കാര്യങ്ങളൊക്കെ നയന പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു നന്ദുവിനെ ശല്യം ചെയ്യുന്ന അനിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. മോളിനി അവനെ മുഖം കൊടുക്കുകയൊന്നും ചെയ്യില്ല, അവനെ കണ്ടാൽ മൈൻഡ് ചെയ്യില്ല എന്നൊക്കെയാണ് പറയുന്നത്. അവൻ്റെ കല്യാണം കഴിഞ്ഞു പോയില്ലേ. എന്തായാലും ഇതിനു മുമ്പേ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ കാര്യത്തിൽ സമരം ചെയ്യാമായിരുന്നു. നിങ്ങൾ രണ്ടുപേരും അത് ചെയ്തില്ലല്ലോ. മോളുടെ ചേച്ചിക്കും അമ്മയ്ക്കെല്ലാം ഈ കാര്യങ്ങൾ അറിയാമെന്നുള്ളത് കൊണ്ട് ഈ കാര്യത്തെ അവർ സപ്പോർട്ടും ചെയ്തില്ലല്ലോ. ആ സമയത്ത് ഞാനായിരുന്നെങ്കിൽ അതിനെ അനുകൂലിക്കുകയൊന്നും ചെയ്യത്തില്ല. ഇപ്പോൾ എന്തായാലും അവരുടെ കല്യാണം കഴിഞ്ഞു പോയില്ലേ. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ അതിൻ്റെ പിറകിൽ പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് നന്ദുവിനെ ഉപദേശിക്കുകയാണ് ദേവയാനി. അനിയുടെ പുറകെ പോകില്ല എന്ന് നന്ദു വാക്ക് കൊടുക്കുകയാണ്. അപ്പോഴാണ് കനകയെ അറിയുന്നത് നന്ദു ഇവിടെ നിന്ന് പോകുന്ന അനിയെ കാണാനൊക്കെയാണെന്ന്. അപ്പോൾ കനക വഴക്ക് പറയാൻ വേണ്ടി പോകുമ്പോൾ എല്ലാവരും പറയുകയാണ് വിഷുവായിട്ട് ഒന്നും നന്ദുവിനെ പറയണ്ടെന്ന്. ദേവയാനി പറയുകയാണ് മോളിപ്പോൾ ക്യാമ്പിലേക്ക് പോകാനൊക്കെ നിൽക്കുകയില്ല, ഇനി മോളെ വഴക്കൊന്നും പറയണ്ടെന്ന്. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു അനിയാണെങ്കിലും എന്ത് പറഞ്ഞാലും അനുസരിക്കുക, നന്ദുവിൻ്റെ ഒരു കാര്യം മാത്രം അവൻ അനുസരിക്കുന്നില്ല എന്ന്. ദേവയാനി പറയുന്നുണ്ടായിരുന്നു രണ്ടുപേരും എല്ലാം മനസ്സിലാക്കിയല്ലേ ജീവിക്കുന്നത്, അതുകൊണ്ട് രണ്ടുപേരും ഒരു തെറ്റും ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന്. അതിനുശേഷം നന്ദുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയല്ലേ മോളെ എന്ന്. ദേവയാനി ഇങ്ങനെ പറയുന്ന സമയത്ത് നന്ദു ആണെങ്കിൽ എന്നൊക്കെ തലയാട്ടി വെക്കുകയാണ് മനസ്സോടെ. അതിനുശേഷമാണെങ്കിൽ അജയൻ്റെ അടുത്ത് പറയുകയാണ് ആദർശിൻ്റെ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ട്. ഇന്നലെ കണക്കുകൾ പറയുന്ന സമയത്ത് അതൊന്നും ശരിയാവുന്നില്ലായിരുന്നു, അവൻ്റെ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ട് എന്ന്. അജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഈ പ്രാവശ്യം നമ്മുടെ സ്ഥാപനങ്ങൾ റെക്കോർഡ് സെയിലുകളാണ് നടന്നിരുന്നത്, പക്ഷേ അതിൻ്റെ സന്തോഷമൊന്നും ആദർശിൻ്റെ മുഖത്ത് കാണുന്നില്ല എന്ന്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശി അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നേ. മുത്തശ്ശൻ ചോദിക്കുകയാണ് എന്തെന്ന്. അപ്പോൾ ജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ആദർശിൻ്റെ മനസ്സിൽ എന്തോ ഒരു വിഷമം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ടായിരുന്നു കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടുന്നതിന് ഞങ്ങൾക്കൊരു പരിധി ഉണ്ടല്ലോ എന്ന്. മുത്തശ്ശിയാണെങ്കിലും ജയൻ്റെ പറയുന്നുണ്ടായിരുന്നു നീ അവൻ്റെ അച്ഛനല്ലേ, അപ്പോൾ നിനക്ക് അവനെ പറഞ്ഞ് തിരുത്തിക്കൂടെ എന്നൊക്കെ ചോദിക്കുകയാണേ. ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ മകനല്ലേ അച്ഛന് ഉപദേശം തരുന്നത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ് നീ ഇപ്പോൾ എവിടേക്കാണ് പോയതെന്ന്. ആദർശ് പറയുന്നുണ്ടായിരുന്നു ഞാനൊന്ന് അമ്പലത്തിലേക്ക് പോയതാണെന്ന്. അപ്പോൾ സാധാരണ നമ്മളെല്ലാവരും ഒരുമിച്ചല്ലേ അമ്പലത്തിലേക്ക് പോകാൻ ഉള്ളത്, ഇപ്പോൾ ഞങ്ങൾക്കെല്ലാം പ്രായം കൂടിയതുകൊണ്ട് ഞങ്ങളെ ഒഴിവാക്കിയിട്ടാണോ നീ അമ്പലത്തിലേക്ക് ഒറ്റയ്ക്ക് പോയതെന്ന്. ആദർശ് മുത്തശ്ശിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് അതെന്തിനാ മുത്തശ്ശ അങ്ങനെ പറഞ്ഞ് എല്ലാവരും ഒരുമിച്ച് പൂജാമുറിയിൽ നിന്ന് നല്ല വൃത്തി പ്രാർത്ഥിച്ചതാണല്ലോ, അതുകൊണ്ടാണ് ആരെയും വിളിക്കാതെ ഞാൻ ഒറ്റയ്ക്ക് അമ്പലത്തിലേക്ക് പോയതെന്ന്. ജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എല്ലാ വർഷവും അങ്ങനെ തന്നെയാണല്ലോ, പൂജാമുറിയിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമല്ലോ, അതിനുശേഷമല്ലേ നമ്മളെല്ലാവരും അമ്പലത്തിലേക്ക് പോകുന്നതെന്ന്. മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു ദേവയാനി അമ്പലത്തിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോയത്, നീ അമ്പലത്തിൽ പോയപ്പോൾ ദേവയാനിയെ കണ്ടുവന്നിങ്ങനെ ചോദിക്കുകയാണ് ആദർശിൻ്റെ. അപ്പോൾ ആദർശ് പറയുകയാണ് ഞാൻ അമ്മയെ അമ്പലത്തിൽ വെച്ച് കണ്ടിട്ടില്ല എന്ന്. മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു നിനക്ക് ഭയങ്കര വിഷമമാണ് എന്ന് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നുണ്ട്, നിനക്ക് എന്താ വിഷമമെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. നയന മോളുമായിട്ട് വല്ല പ്രശ്നമുണ്ടോ ചോദിക്കുമ്പോൾ ആദർശ് പറയണം അതെന്താന്നൊക്കെ ഞാൻ പിന്നീട് പറയാമെന്ന്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് നയന മോളുമായിട്ട് നിനക്ക് വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആദർശ് പറയാണ് നയനയായിട്ട് മാത്രമല്ല മറ്റൊരാളുമായിട്ട് എനിക്ക് ചെറിയ പ്രശ്നമുണ്ട്, അതൊക്കെ ഞാൻ പിന്നീട് പറയാമെന്ന് പറയണേ. ഇങ്ങനെ പറയുന്ന ആദർശിനെ കാണിച്ചുകൊണ്ടാണ്